നിലമ്പൂർ കാട്ടാനാക്രമണവുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയ നോട്ടീസ് പരിഗണിക്കുന്നതിനിടെ നിയമസഭയിൽ മാത്യു കുഴൽനാടനോട് ക്ഷുഭിതനായ സ്പീക്കർ എൻ ശംസീർ. നോട്ടീസിന്റെ അവതരണത്തിൽ മാത്യു കുഴൽനാടൻ വനഭേദഗതി നിയമം സംസാരിച്ചതാണ് സ്പീക്കറെ ചൊടിപ്പിച്ചത്. താൻ ചോദിച്ചതിൽ എന്താണ് തെറ്റെന്ന് മാത്യു കുഴൽനാടൻ ചോദിച്ചു. കെ.എം. മാണി ജീവിച്ചിരിക്കുന്ന സമയത്ത് UDF സർക്കാർ അധികാരത്തിലിരുന്നാൽ ഇങ്ങനെ ഒരു ഭേദഗതി ബിൽ ഈ സംസ്ഥാനത്ത് പബ്ലിഷ് ചെയ്യപ്പെടുമായിരുന്നു. നിങ്ങൾ എന്താണ് അവതരിപ്പിക്കുന്നത്? ഇന്ന് അവരുടെ ശബ്ദം ഈ വന നിയമ ഭേദഗതിയൊക്കെ പിൻവലിച്ചു. ഇവിടെ പറയേണ്ട കാര്യം എന്താ? വന നിയമ ഭേദഗതി അവതരിപ്പിച്ച അത് ഇല്ലാത്തതല്ലേ? പിൻവലിച്ച കാര്യം ഇവിടെ പറയേണ്ട കാര്യം എന്താണ്? പിൻവലിച്ച കാര്യം ഇവിടെ അവതരിപ്പിക്കേണ്ട കാര്യം എന്താ? ഇവിടെ എന്താണ് അടിയന്തര പ്രമേയം? നിങ്ങളുടെ എല്ലാ പ്രകടനവും നടത്തേണ്ട വേദിയല്ല ഇത്. ഇവിടെ അവതരിപ്പിക്കേണ്ട കാര്യം അവതരിപ്പിക്കാൻ എഴുതുന്ന വിഷയം എന്താ? നിങ്ങൾക്ക് ഡിമാൻഡിന്റെ കാര്യം പറയാം. വന നിയമ ഭേദഗതി പിൻവലിച്ചതാണ്, അതിവിടെ പറയേണ്ട കാര്യമില്ല. നിങ്ങൾ എഴുതുന്ന എന്താ? നിങ്ങൾ എഴുതുന്ന കാര്യം ഇവിടെ ഉണ്ട്. വനം വന്യജീവി ആക്രമണം എഴുതുന്നത് ഇത് നിങ്ങൾ എന്തും വിളിച്ചു പറയാനാണോ? യെസ്, കം. നോ. അടിയന്തര പ്രമേയത്തിനകത്ത് അതിൽ നിന്ന് സംസാരിക്കണം എങ്കിൽ രാഷ്ട്രീയ പ്രസംഗം നടത്തിക്കോട്ടെ. ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഡിമാൻഡ് ഉണ്ടല്ലോ. നയപ്രഖ്യാപനത്തിൽ പ്രസംഗിച്ചോ? യെസ്. അതേസമയം മലയോര മേഖലയെയും സർക്കാരിനെയും തമ്മിലടിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. പുതിയ ചില വീരപ്പന്മാർ ഉണ്ടാകുന്നുണ്ടെന്നും മന്ത്രി സഭയിൽ പറഞ്ഞു. ആർ ശ്രീജിത്ത് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഈ അംഗവും അതായത് മാത്യു കുഴൽനാടനും സ്പീക്കറും തമ്മിലുള്ള പ്രശ്നത്തിലേക്ക് വഴിവെച്ചത് എന്തായിരുന്നു? അദ്ദേഹം ആവശ്യപ്പെട്ട വിഷയത്തിൽ നിന്ന് അദ്ദേഹം ബോധപൂർവം തെന്നി മാറുന്നു എന്നതായിരുന്നു സ്പീക്കറുടെ ആക്ഷേപം. പിന്നീട് ഈ പ്രശ്നത്തിൽ മറ്റാരെങ്കിലും ഇടപെട്ട് ഈ ചർച്ചയുടെ ഭാഗമായോ? എന്താണ് സഭയിൽ സംഭവിച്ചത്? ഗോപികൃഷ്ണൻ, നിലമ്പൂരിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ച സ്ത്രീ മരിച്ചതും അനന്തര സംഭവങ്ങളുമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ റൂൾ 50 പ്രകാരമുള്ള അടിയന്തര പ്രമേയ നോട്ടീസിൽ പറഞ്ഞിരുന്നത്. അടിയന്തര പ്രമേയ നോട്ടീസിന്റെ അവതരണം 2 ഘട്ടമായിട്ടാണ് നിയമസഭയിൽ നടക്കുന്നത്. ആദ്യം നോട്ടീസിന് മറുപടി പറഞ്ഞുകൊണ്ട് വനമന്ത്രി സംസാരിക്കും, തുടർന്ന് പ്രമേയത്തിന് അനുമതി തേടുന്ന ആൾ സംസാരിക്കും. അങ്ങനെ അനുമതി തേടുന്ന ആളെന്ന നിലയിൽ മാത്യു കുഴൽനാടൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം നിലമ്പൂരിലെ ഈ കാട്ടാനാക്രമണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും സഭയിൽ പറഞ്ഞില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അദ്ദേഹം പറഞ്ഞ അത്രയും കോതമംഗലത്തടക്കം ഉണ്ടായ കാട്ടാനാക്രമണത്തിൽ അവിടെ സമരം ചെയ്തവരോട് വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരും ജില്ലാ ഭരണകൂടവും നടത്തിയ സമീപനത്തിലെ പിശകുകളും അത് സർക്കാരിൻ്റെ പൊതു സമീപനമാണ് എന്ന കാര്യമാണ് ചൂണ്ടിക്കാണിച്ചത്. മാത്രമല്ല, അദ്ദേഹം ഈ അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ നിറവേറ്റിയത് UDFിൻ്റെ ഒരു രാഷ്ട്രീയ ദൗത്യമാണ് എന്നാണ് നമുക്ക് മനസ്സിലായത്. കാരണം 27 മുതൽ UDFിൻ്റെ മലയോര ജാഥ, പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന മലയോര ജാഥ ആരംഭിക്കുകയാണ്. അതിനൊരു രാഷ്ട്രീയമായ കളമൊരുക്കൽ സഭയിൽ നടക്കുന്നു. അതിനുവേണ്ടി വനനിയമ ഭേദഗതി അടക്കം ഉന്നയിക്കുകയാണ് ചെയ്തത്. ഇതാണ് സ്പീക്കറെ ചൊടിപ്പിച്ചത്. നിങ്ങൾ ഉന്നയിച്ച കാര്യമല്ലല്ലോ പറയുന്നതെന്ന് പലതവണ സ്പീക്കർ എൻ ശംസീർ മാത്യു കുഴൽനാടനോട് ആരായുന്നുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം ഇത് കണക്കിലെടുക്കാതെ വീണ്ടും ഈ വനനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കാര്യം പറയുകയായിരുന്നു. മാത്രമല്ല, കെ.എം. മാണി ജീവിച്ചിരുന്നെങ്കിൽ ഈ മലയോര നിയമ ഭേദഗതി എതിർക്കുമായിരുന്നു. റോഷി അഗസ്റ്റിൻ LDF വിട്ട് UDFിലേക്ക് വരണമെന്നടക്കമുള്ള ക്ഷണവും മാത്യു കുഴൽനാടൻ നടത്തി. ഇതിനോട് പ്രതികരിക്കുമ്പോഴാണ് പുതിയ ചില വീരപ്പന്മാർ നാട്ടിലിറങ്ങിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ വനമന്ത്രി AK ശശീന്ദ്രൻ നടത്തിയത്. മാത്രമല്ല, റോഷി അഗസ്റ്റിനും ഇതിന് മറുപടി പറഞ്ഞു. LDFിനോടുള്ള കൂറ് അചഞ്ചലമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രസ്താവനയാണ് റോഷി അഗസ്റ്റിൻ സഭയിൽ നടത്തിയത്. UDFിൽ നിന്ന് പുറത്തായി പെരുവിലായ തങ്ങൾക്ക് കൈ കാണിച്ചു തന്നത് LDF ആണ്. LDF വിട്ട് ഒരിക്കലും പോകില്ല എന്ന രാഷ്ട്രീയ പ്രഖ്യാപനവും റോഷി അഗസ്റ്റിൻ നിയമസഭയിൽ നടത്തി. ശരി, ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് നിയമസഭയിൽ നിന്ന്.